ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള അവിയലാണ്. ഞണ്ട് വെച്ചുള്ള അവിയൽ, ഞണ്ടും മാങ്ങയും മുരിങ്ങയ്ക്കയും എല്ലാം ഇട്ടുള്ളൊരു അവിയലാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമ്മളുടെ അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതെടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ചട്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പൊട്ടറ്റോയാണ് ആദ്യം ഇടുന്ന. കാര്യം പൊട്ടറ്റോയുടെ വേവ് ഇത്തിരി കൂടുതലാണ്. അതിന് ശേഷമാണ് നമ്മൾ ഞണ്ട് ആഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഒരു ഞണ്ടേ ഉള്ളായിരുന്നു. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ അതിന് ശേഷമാണ് ഓരോ ഐറ്റം ഇട്ടിട്ട് കൊടുക്കുന്നത്. കാര്യം ഞണ്ടിനും പൊട്ടറ്റോയുടെയും വേവ് ഇത്തിരി കൂടുതലായതുകൊണ്ടാണ് ആദ്യം ആഡ് ചെയ്തത്. എന്നിട്ട് അതിന് ശേഷം തണ്ടേ ഇത് അതുപോലെ തന്നെ മാങ്ങയ്ക്ക് ഇച്ചിരി മധുരമുള്ള മാങ്ങയാണ്. ഇത് പുളി കുറവാണ്. അപ്പം നിങ്ങൾക്ക് പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഇത് പഴുത്തു പോയതുകൊണ്ട് ആണ് ഇങ്ങനെ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യാനുസരണമുള്ള വെള്ളം കൊടുക്കണം. കാര്യം ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിയൽ നല്ല ടൈറ്റായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലരൊക്കെ ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അത് നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ അരയ്ക്കുന്നത് ഒരുപാടങ്ങ് പേസ്റ്റ് കണക്ക് അരഞ്ഞു പോവല്ലോ. നമ്മൾ എന്നാൽ അങ്ങ് അരയാതെ ഇരിക്കലും, തോരൻ്റെ അരപ്പല്ല, ഇടയ്ക്കുള്ള ഒരു രീതിയിൽ വേണം അരച്ച് ഇടാനായിട്ട്. ഇതുപോലെ നമ്മൾ ആഡ് ചെയ്ത് ഈ അരപ്പ് വേവുന്നതിന് വേണ്ടിയാണ് വീണ്ടും ഞാനൊന്ന് അടച്ചതിന് ശേഷം ഈ ടൊമാറ്റോ ലാസ്റ്റ് ഇടുന്നത്. കൂടുതൽ വെന്തുടഞ്ഞു പോകാതിരിക്കാനാണ് ടൊമാറ്റോ ലാസ്റ്റ് ഇട്ടത്. അതിനുശേഷം നമുക്ക് കടുക് താളിച്ച് ഇടാവുന്നതാണ്. എൻ്റെ കയ്യിൽ കറി ലീവ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാൻ. നിങ്ങൾ കറി ലീവ്സ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കൊറിയൻഡർ ലീവ്സ് ഇല്ലായിരുന്നു. അതിന് പകരം ഞാൻ ഡ്രൈഡ് കൊറിയൻഡർ ലീവ്സാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. കണ്ടാൽ ഇതേപോലെ അടിപൊളിയായിട്ട് ഇരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും അവിയൽ എങ്ങനെയാണ് വെച്ചതെന്ന്. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികൾക്കൊക്കെ, ഈ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാര്യം നമ്മൾ ആ ക്രാബ് ഞണ്ടിട്ടത് കൊണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ അവിയലിലോട്ട് വരുമ്പോഴത്തേന് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ.